അഷ്റഫ് ഹുദവി ഉൾപ്പെടെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും ഘടകങ്ങളുടെയും ആദരണീയരായ ഭാരവാഹികളെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, എറണാകുളം ജില്ലയിലെ പ്രബുദ്ധരായ ഉമറാക്കളെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, തീർത്തും സദുദ്ദേശ്യപരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ വൈജ്ഞാനിക മജ്ലിസിൽ നാം സംബന്ധിച്ചതും ഇത് സംഘടിപ്പിച്ചതും സർവാത്മന ഇതിനോട് സഹകരിച്ചതും നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോൾ നന്മയുടെ തട്ടിന് ഏറെ ഭാരം നൽകുന്ന ഒരു നല്ല അമലായി ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സാധുക്കളായ നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീനെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് ആമുഖമൊന്നും പറയുന്നില്ല, നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. കഴിഞ്ഞ ഏതാനും കാലങ്ങളായി ആലുവ തരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫ് സുൽത്താൻ നേതൃത്വം നൽകുന്ന തരീഖത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും 2006 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ തരീഖത്തിനെ കുറിച്ച് അത് വഴിതെറ്റിയ തരീഖത്താണെന്നും അതിൽ നിന്ന് മുസ്ലിം ബഹുജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ പുതിയ ആളുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നില്ലെങ്കിലും അവർ കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട ചിലർക്കിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയും അവർ മറ്റുള്ളവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം എന്ത് എന്ന് ഹ്രസ്വമായി വിശദീകരിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും സാന്ദർഭികമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് ഖാദിരിയ ത്വരീഖത്തിന്റെ നിലവിലുള്ള കേവലം ഒരു ഷെയ്ഖോ മുറബ്ബിയായോ ഷെയ്ഖ് എന്ന് മാത്രമല്ല, ഇന്ന് വേൾഡിൽ മൊത്തം ഔലിയാക്കൾക്കും മശായിഖമാർക്കും നേതൃത്വം കൊടുക്കുന്ന ഖുതുബുസ്സമാൻ ഈ ലോകത്തിന്റെ തന്നെ ഒരു ഔലിയാക്കൾക്കും പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയുമില്ലെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുന്നതോടുകൂടി അവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമെന്നല്ല, ഭാഷ വളരെ തരം താഴ്ന്ന ശൈലിയാണ്, ചത്തു പോകും എന്ന വാക്കാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, ഈമാൻ സലാമത്തായി മരിക്കാൻ കാലങ്ങളായി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മുഅ്മിനുകൾക്കിടയിൽ ചിലർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ വേഷവും രൂപവും ഭാവവും പ്രചരിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളും അദ്ദേഹം കാണിക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില അത്ഭുത വിദ്യകളും ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാൻ ഇടയുണ്ട് എന്ന കാര്യം നിഷേധിക്കുന്നില്ല. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ആലുവ ത്വരീഖത്താകട്ടെ മറ്റു ത്വരീഖത്തുകളാകട്ടെ, എന്താണ് ഈ ത്വരീഖത്ത്? നമ്മൾ ഈ പറയുന്ന ത്വരീഖത്തിൽ കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഹ്രസ്വമായി ഒരു വിശദീകരണം നമുക്ക് നൽകാം. ത്വരീഖത്ത് എന്നാൽ
വഴി, മാർഗം എന്നൊക്കെയാണ് അർത്ഥം. കൃത്യമായി പറഞ്ഞാൽ ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കണം, റമദാനിൽ വ്രതാനുഷ്ഠാനം നടത്തണം, നമ്മുടെ നിർബന്ധവും ഐച്ഛികവുമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കണം. നമ്മളൊക്കെ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിം ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയും. ശരീഅത്ത് എന്ന് ഇന്ന് മലയാള പത്രങ്ങളിൽ പോലും അറിയപ്പെട്ട പദ. മത നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുക നമുക്കൊക്കെ ബാധ്യത. ആ നിലയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സുഹൃത്തിന് ഒന്നുകൂടി സൂക്ഷ്മമായി, സത്യസന്ധമായി, കൂടുതൽ ഭക്തിപൂർണമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഈ മാർഗത്തിന്റെ പേരാണ് ത്വരീഖത്ത് എന്നത്. ആ മാർഗം ഇസ്ലാം നിരാകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ മാർഗം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞാൽ ശരീഅത്ത് അനുസരിച്ച് സാധാരണ ഒരു മുസ്ലിം സുന്ദരമായി ജീവിക്കുന്ന ആ ജീവിതത്തിൽ പോരാ, തനിക്ക് ഒന്നുകൂടി നന്നായി ജീവിക്കണം, സൂക്ഷ്മമായി ജീവിക്കണം എന്നൊരാൾ വിചാരിച്ചാൽ അത് ചേരേണ്ട മാർഗമാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്ത് ഒരു ആധ്യാത്മിക നായകൻ അതിനാവശ്യമാണ്. അതിനാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. ആ ഷെയ്ഖിന്റെ നേതൃത്വത്തിലും ശിക്ഷണത്തിലും ദിക്റുകളും വിരുദുകളുമായി യഥാവിധി ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്രമാനുഗതമായി അള്ളാഹുവിന്റെ പല മാരിഫുകളും അള്ളാഹുവും ബന്ധപ്പെട്ട പല വിജ്ഞാനങ്ങളും അയാൾക്ക് ഹഖീഖത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കും എന്ന് തസവൂഫിന്റെ ഇതുമായി ബന്ധപ്പെട്ട സംസ്കരണവുമായി ബന്ധപ്പെട്ട കിതാബുകൾ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഘട്ടം ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് ഇപ്രകാരമാണ്. ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുക 1ാം ഘട്ടം. 2ാം ഘട്ടം ത്വരീഖത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുക. 3ാം ഘട്ടം ത്വരീഖത്തിൽ നന്നായി മുന്നോട്ട് പോയാൽ ഹഖീഖത്ത് ലഭ്യമാകുന്ന ഒരു മാർഗത്തിലേക്ക് അവൻ എത്തിച്ചേരും. നമുക്ക് നമ്മുടെ കേരളീയ പണ്ഡിതന്മാരിലേക്ക് തന്നെ ഇറങ്ങി വരാം. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലളിത സുന്ദരമായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ത്വരീഖ ശരീഅത്തുൻ വഹഖീഖത്തുൻ, ഇന്ന ത്വരീഖ ശരീഅത്തുൻ വതരീഖത്തുൻ വഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്ഫിരാ. ഇസ്ലാമിക ദീനിന്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് 3 ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ഫസ്മഅ ലഹാ മാ മുസ്ഫിരാ, നിനക്കത് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ സാമ്പിൾ പറഞ്ഞുതരാം, ഉദാഹരണം. ഫശരീഅത്തുൻ കസഫീനത്തിൻ വതരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗലാ. ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിൽ നീ കയറി എന്ന് സങ്കല്പിക്കുക. കപ്പലിൽ കയറലാണ്. ഫശരീഅത്തുൻ കസഫീനത്തിൻ, ശരീഅത്ത് കപ്പൽ പോലെയാണ്. വതരീഖത്തുൻ എന്നാൽ ത്വരീഖത്തോ കൽബഹരി, സമുദ്രം പോലെയാണ്. വഹഖീഖത്തുൻ ദുർറുൻ ഗലാ, ഹഖീഖത്തിന്റെ 3ാമത്തെ ഘട്ടം ആ കടലിന്റെ ആഴിയിൽ മുങ്ങിച്ചെന്നാൽ കിട്ടുന്ന അമൂല്യമായ മുത്തുകളാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അപ്പൊ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. കപ്പൽ, സമുദ്രത്തിലൂടെയുള്ള യാത്ര, സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ട് വാരിയെടുക്കുന്ന മുത്തുകൾ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1ാം ഘട്ടം ശരീഅത്താണ്. എന്താണ് ശരീഅത്ത് എന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഫശരീഅത്തുൻ അഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻദനാ. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായ റബ്ബിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിക്കലാണ്. സുവ്യക്തമായ കൽപ്പനകളും നിരോധനങ്ങളും പാലിച്ചുകൊണ്ടുള്ള വ്യവസ്ഥാപിതമായ ജീവിതം, ഇതാണ് ശരീഅത്ത്. അടുത്ത ഘട്ടമാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്ത്, ഇസ്ലാം അംഗീകരിക്കുന്ന ത്വരീഖത്തുകൾ ഇസ്ലാമിക ലോകത്ത് ധാരാളം കടന്നുപോയിട്ടുണ്ട്. ഖാദിരിയ ത്വരീഖത്ത്, റിഫായിയ ത്വരീഖത്ത്, സുഹർവർദിയ ത്വരീഖത്ത്, ഷാദുലിയ ത്വരീഖത്ത്, നഖ്ശബന്ദിയ ത്വരീഖത്ത്, നിരവധി അംഗീകൃത ത്വരീഖത്തുകൾ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ലോക മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ദിക്റുകളും വിരുദുകളും വാങ്ങി നല്ലവരായി മുന്നോട്ട് പോയിട്ടുമുണ്ട്. അതേസമയം ഈ ത്വരീഖത്തുകളുടെ പേരിൽ തന്നെ വ്യാജന്മാരും എക്കാലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ത്വരീഖത്തിന്റെ കിതാബുകളിൽ വ്യാജ മശായിഖുമാരെ കുറിച്ച് സവിസ്തരം നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇത് പുതുമയല്ല. ഇത്തരത്തിലുള്ള എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചോറ്റൂർ ത്വരീഖത്ത് 1920-കളിൽ
കണ്ണൂർ ജില്ലക്കാരനായ മുഖ്താർ മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ പേര് ഷെയ്ഖ് ഫഖീർ വലിയുള്ളയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് അദ്ദേഹം ഇയാൾ പറഞ്ഞ അതേ ആശയമാണ് പറഞ്ഞു. ഞാൻ ഖുത്ബുസ്സമാൻ, ഈ ലോകത്തിന്റെ ഖുത്ബാണെന്നാണ് പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് തിരിച്ചറിഞ്ഞ് ശക്തിയുക്തം അദ്ദേഹത്തിനെ എതിർത്ത് ജനസമൂഹത്തിനു മുമ്പിൽ തുറന്നു കാണിച്ചതിന്റെ ഫലമായി അതിന്റെ അനുയായികൾ ദുർബലമായി, ദുർലഭമായി, അതൊരു പേരിലുള്ള ത്വരീഖത്ത് മാത്രമായി പിൽക്കാലത്ത് അപ്രത്യക്ഷമായി. നൂരി ഷാ ത്വരീഖത്ത് നിങ്ങൾക്കറിയാം. നൂരി ഷാ ത്വരീഖത്ത് അടുത്ത കാലഘട്ടങ്ങൾ വന്ന ത്വരീഖത്താണ് കേരളത്തിൽ. 1974 ഉസ്താദുൽ അസാത്തി റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ദറജ അല്ലാഹു എത്തിക്കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗമാണ് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ച സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നൂരി ഷാ ത്വരീഖത്തിന്റെ ഷെയ്ഖിന് അതിന്റെ ക്വാളിറ്റികൾ ഒത്തിണങ്ങിയതല്ല, അതുകൊണ്ട് മുസ്ലിം ജനസമൂഹം വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. ഇടക്കാലത്ത് ശംസിയ ത്വരീഖത്ത് കടന്നുപോയിട്ടുണ്ട്. അതിനും ഇടയ്ക്ക് മറ്റൊരു ഷെയ്ഖ്, കൊരൂർ ഷെയ്ഖ് എന്ന പേരിൽ മറ്റൊരു ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൊടുവള്ളി, കോഴിക്കോട് ജില്ലയിൽ കേന്ദ്രീകരിച്ച് പുത്തൻ വീട്ടിൽ മമ്മദ് എന്ന് പറയുന്ന വ്യക്തി അത് നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഇസ്ലാമിക നിയമങ്ങൾക്ക് പ്രത്യക്ഷത്തിനെതിരായി ഈ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് പോലെ പലതും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ മേൽ ആരോപണം ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഉത്തരവാദപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയുക്തം എതിർത്തതിന്റെ ഫലമായി ആ ത്വരീഖത്തും ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതിന്റെ ചില അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് മാത്രം. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം വ്യാജ ത്വരീഖത്തുകൾ കേരളത്തിൽ പുതിയതല്ല. കേരളീയ ചരിത്രത്തിൽ തന്നെ മുസ്ലിം ജനസമൂഹത്തിന്റെ ദീനിനോടുള്ള ഭക്തി, ആത്മാർത്ഥത, ആ ആത്മീയത ചൂഷണം ചെയ്തുകൊണ്ട് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് എന്നർത്ഥം. ത്വരീഖത്തുമായി ബന്ധപ്പെട്ട മശായിഖുമാരെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ത്വരീഖത്തിന്റെ മശായിഖുമാർ 3 നമുക്ക് ഗണിക്കാൻ പറ്റും. 3 എന്ന് പറയുമ്പോൾ ഒന്ന് ഷെയ്ഖ് മുറബ്ബി, ഒരു മുരീദിനെ അതുമായി ബന്ധപ്പെട്ട് ബൈഅത്ത് ചെയ്ത ഒരു ശിഷ്യനെ അയാളെ മനസ്സ് നോക്കി, അയാളുടെ ജീവിതം നോക്കി, അയാളെ ക്രമാനുഗതമായി തർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ യോഗ്യതയും കഴിവുമുള്ള ഒരു മഹാനായ ഷെയ്ഖ്. പെർഫെക്റ്റ് ആയിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുരീദ് തന്റെ മുമ്പിൽ വേണമെന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുരീദ് ഇപ്പൊ കോഴിക്കോട്ടായിരിക്കും. പക്ഷെ ആ മുരീദ് തെറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ച് നിയന്ത്രിക്കാൻ ശേഷിയുള്ള മഹാൻ. ആ തരത്തിൽ തെർബിയത്തെ ഘട്ടം ഘട്ടമായി ക്രമാനുഗതമായി വളർത്തുക എന്നാണ് തെർബിയത്ത് എന്ന് പറഞ്ഞാൽ, ഒരു ചെടിയെ വളർത്തുന്നത് പോലെ. ഇതുപോലെ തന്റെ ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടാൻ കഴിവുള്ള ഉയർന്ന ക്വാളിറ്റികൾ ഒത്തിണങ്ങേണ്ട ഒരു മഹാനാണ് മുറബ്ബിയ ഷെയ്ഖ്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഷെയ്ഖാണ് ഷെയ്ഖു തബറുക്ക്. ഇത് ഇസ്ലാമിക തസവ്വുഫിന്റെ കിതാബുകളിൽ ഏകകണ്ഠമായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. തബറുക്കിന്റെ ഷെയ്ഖ് എന്ന് പറയും. ആളുകൾ തെർബിയത്ത് ചെയ്യാനുള്ള ഷർത്തുകളും നിബന്ധനകളും ഒന്നും ഒത്തിണങ്ങിയിട്ടില്ല. പക്ഷെ അത്തരം ഷെയ്ഖുമായി ബന്ധമുള്ള ബറക്കത്തിന്റെ ദിക്റുകൾ നൽകാൻ കഴിവുള്ള, അതിന് സമ്മതമുള്ള ഇജാസത്തുള്ള മശായിഖുമാർ, അത്തരം മശായിഖുമാർ നമ്മുടെ കേരളത്തിൽ എക്കാലത്തും ധാരാളം എന്ന് പറയാവുന്ന വിധം ജീവിച്ചു പോന്നിട്ടുണ്ട്. അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ദിക്ർ ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഹിഫ്ദിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ ഈമാൻ സലാമത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞതോ എന്ന് പറഞ്ഞാൽ, എന്നാ സുബ്ഹിന്റെ ശേഷം മഗ്രിബിന് ശേഷം യാ ലത്തീഫ് ഇത്ര വട്ടം ചൊല്ലിക്കോ, അല്ലെങ്കിൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഇന്ന ദിക്ർ ചൊല്ലിക്കുന്ന ചെറിയ ചില ദിക്റുകൾ ഇജാസത്ത് കൊടുക്കും. അത് അങ്ങനെ ഇജാസത്ത് പ്രകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് പതിവാക്കിയാൽ അതിന് ഫലമുണ്ടാകും. കാരണം അത് കൃത്യമായ ഷെയ്ഖാണ്. ആ ഷെയ്ഖിന്റെ സിൽസില യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. വലിയ ഫലം ഉണ്ടാവും. നമ്മുടെ ഒരുപാട് ആളുകൾ തബറുക്കിന്റെ മശായിഖുമാർ ദിക്റുകൾ വാങ്ങിയവരാണ്. മൂന്നാമത്തെ ഷെയ്ഖ് താലീം എന്ന് പറയും. നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചത് നമ്മുടെ ഷെയ്ഖ്, നമ്മുടെ ഉസ്താദ്, ഗുരുവരി എന്ന് പറയാം. ഈ ഒന്നാമത്തെ തരത്തിലുള്ള ഷെയ്ഖുമാർ ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ തസവുഫിന്റെ കിതാബിൽ ചർച്ചാ വിഷയമാണ്. അത് അവസാനിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, പൂർണ്ണമായും അവസാനിച്ചു പോയിട്ടില്ല, അവർ മറഞ്ഞു കിടക്കുകയാണെന്ന് വേറൊരു വിഭാഗം തസവുഫിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ല, പ്രത്യക്ഷത്തിൽ പഴയകാല മഹാന്മാരെ പോലെ ക്വാളിറ്റി ഇല്ലെങ്കിലും ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. ടോട്ടലി ആ വിഷയം മുറബ്ബിയായ ഷെയ്ഖ് തന്നെ നിലവിലുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ട്. ഉണ്ടെന്ന് പറയുന്ന മഹാന്മാരുടെ നിലപാട് തന്നെ സ്വീകരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പറയുന്ന ഷെയ്ഖ് താൻ ഒരു മുറബ്ബിയായ ഷെയ്ഖാണെന്ന് പറഞ്ഞു നിർത്തുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിന്റെ കുത്തുബാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആലുവയിൽ നിന്നത് പറയുമ്പോൾ
കേവലം ആളുകളിലോ കേരളത്തിലെ ആളുകളോടല്ല അദ്ദേഹം സംവദിക്കുന്നത്. ഇദ്ദേഹമാണ് ലോകത്തിന്റെ കുത്തുബ് സമാനെങ്കിൽ അദ്ദേഹമാണ് പറയുന്നത്, ലോകത്തുള്ള ഔലിയാക്കൾ ഞാനുമായി ബന്ധപ്പെട്ട് ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവരൊന്നും പൂർണ്ണമായ മുഅ്മിനുകളാവുകയില്ല, അവർക്ക് പൂർണ്ണത ലഭിക്കൂലെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ വഴിക്ക് നടക്കുന്നില്ലെങ്കിൽ അവരുടെ ഔലിയ പട്ടം ഊരിക്കളയാനുള്ള അധികാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് ടോപ്പ് നിലയിലാണ് അവർ സംസാരിക്കുന്നത്. കേവലം ഒരു ഷെയ്ഖ് മുറബിയല്ല. പക്ഷെ ഷെയ്ഖ് മുറബിയാകണമെങ്കിൽ തന്നെ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി അദ്ദേഹം ആരായിരിക്കണമെന്ന് തസവുഫിന്റെ കിതാബുകൾ വരച്ചു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടവരല്ല. ഇത് ഇസ്ലാമാണ്. ഇസ്ലാം ദീനിൽ നിയമമുണ്ടെങ്കിൽ ആ നിയമം വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ ദീനല്ലേ? തസവുഫുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന നിരവധി കിതാബുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ച മസലകളുണ്ട്. കാരണം ഇത്തരം വ്യാജന്മാർ രംഗത്ത് വരുമ്പോൾ അവരിൽ നിന്ന് ഒറിജിനലുകളെ തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ മാനദണ്ഡമാരായിരിക്കണം ഒരു യഥാർത്ഥ ശൈഖ് എന്ന് കുതുബ് സമാനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ സങ്കല്പം നമുക്ക് അദ്ദേഹത്തിന് വിടാം. അത് താഴെ പദവിയിൽ നിൽക്കുന്ന കേവലം മുറബിയായ ശൈഖിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു മുറബിയായ ശൈഖിനുണ്ടാകേണ്ട ക്വാളിറ്റി ഇദ്ദേഹത്തിനുണ്ടോ? നമുക്ക് തസവുഫിന്റെ കിതാബുകളിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കട്ടെ, തസവുഫിന്റെ കിതാബുകളിൽ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥമായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ കിതാബിൽ അദ്ദേഹം ചുരുക്കി പറയുന്നു, ഫശർത്തുമ യഖുദുലും ബൈഅത. ഒരു ഷെയ്ഖിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കണമെങ്കിൽ ആ ഷെയ്ഖിനുണ്ടാകേണ്ട നിബന്ധന ഉമൂർ എണ്ണി പറയുന്ന താഴെ പറയുന്ന കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ അഹദുഹ, ഒന്നാമത്തേത് ഇൽമുൽ കിതാബ് വസുന്ന, ഖുർആനും സുന്നത്തിനും നല്ല പാണ്ഡിത്യമാണ്. ഖുർആൻ നന്നായി പഠിക്കണം. ആർക്ക് അറിവ് വേണം? ഖുർആനിൽ. ഹദീസിൽ പാണ്ഡിത്യം വേണം. പാണ്ഡിത്യം വേണമെന്ന് പറയുമ്പോൾ ലാ ഉരീദു മർത്തബത്തിന് കുസുവ, മദ്ഹബിന്റെ ഇമാമുകളെ പോലെ അങ്ങേയറ്റത്തെ പദവി പ്രാപിക്കണമെന്നുമില്ല. പക്ഷേ സാധാരണ വിവരം പോരാ, നമ്മളെപ്പോലുള്ള വിവരം പോരാ. ഒരു ഖുർആന്റെ തഫ്സീർ ഗ്രന്ഥമെങ്കിലും തഫ്സീറുൽ മദാരിക്, അതിന് തഫ്സീറുൽ ജലാലൈൻ, അത് ലബത്ത, കൃത്യമായി ലബത്ത എന്ന് അറിഞ്ഞുവല്ല പഠിച്ചുവല്ല, വസ്തുനിഷ്ഠമായി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം പോരാ, ഒരു ഉസ്താദിൽ നിന്ന് അദ്ദേഹം നേരിട്ട് അത് സ്ഥിരീകരിച്ച് ബോധ്യപ്പെട്ട് പഠിക്കണം. ഒരു ഗുരുവര്യനിൽ നിന്ന് പഠിക്കണം. ഒരു പണ്ഡിതനിൽ നിന്ന് പഠിക്കണം. അതൊക്കെ എനിക്ക് ലഭ്യ ഇൽമായി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് വളരെ കൃത്യമായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഒരു ഉസ്താദിൽ നിന്ന്, ഒരു പണ്ഡിതനിൽ നിന്ന് ഭംഗിയായി പഠിച്ചിരിക്കണം. എങ്ങനെ പഠിച്ചിരിക്കണം? അദ്ദേഹം പഠിക്കുന്ന ഘട്ടത്തിൽ അർഹമായത് അതിന്റെ ആശയങ്ങൾ നന്നായിട്ട് അറിയണം. തഫ്സീറുൽ ഗരീബി, അപൂർവ പദങ്ങളുടെ വിശദീകരണം അറിയണം. അസ്ബാബുൻ നുസൂൽ, ഓരോ ആയത്തുകളുടെയും അവരുടെ പശ്ചാത്തലങ്ങൾ അറിയണം. വൽ ഇഅ്റാബ്, അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ നിയമങ്ങൾ അറിയണം. വൽ ഖസസ്, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അറിയണം. വമാ യഖ്സുൽ ബിദാലിക, അതുമായി ബന്ധപ്പെട്ട ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ വിഷയം അത് തന്നെയാണ്, അത് ഖുർആൻ. ഇതുപോലെ ഹദീസും വിവരമാണ്. വമിന സുന്ന, ഹദീസ് എന്നാകുമ്പോൾ ഇതുപോലെ തന്നെ അയ്യക്കൂന ഖദ് ഉള്ളപ്പെട്ട വഹഖഖ മിസ്ല കിതാബുൽ മസാബീഹ്. അൽ മസാബീഹ് എന്ന് പറയുന്ന സമഗ്രമായ ഹദീസിന്റെ കിതാബത്തിലും അയാൾ അത് വബത്താണ് ആ വാക്കിന്റെ പ്രയോഗം. കൃത്യമായി വസ്തുനിഷ്ഠമായി അദ്ദേഹം പഠിച്ചിരിക്കണം. അതും ഇതുപോലെ തന്നെ ഒരു മഹാനായ പണ്ഡിതൻ നിന്ന്, ഗുരുവരിൽ നിന്ന് പഠിച്ചിരിക്കണം. പഠിച്ചു എന്നാൽ പറയുന്നുണ്ട് അർഹമാനിയവും, ഓരോ പദങ്ങളുടെയും ആശയം കൃത്യമായിട്ട് അറിയണം. വശറഹ ഗരീബിഹി, അപൂർവ പദങ്ങൾക്കുള്ള വ്യാഖ്യാനം അറിയണം. ഇഅ്റാബ് മുഷ്കലിഹി, അതിൽ ആശയക്കുഴപ്പമുള്ള പദങ്ങളുടെ ഗ്രാമർ അറിയണം. തൗബീറ മുഅ്തലിഹി, അതിൽ പ്രയാസമായ വാക്കുകൾക്കുള്ള വ്യാഖ്യാനം അറിയണം. അതിന്റെ സ്വന്തം വ്യാഖ്യാനം വരാൻ റബീഉൽ ഫുഖഹായി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം കിട്ടണം. ഇതെല്ലാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തന്റെ അൽ ഖൗലുൽ ജമീൽ എന്ന ഗ്രന്ഥത്തിൽ വസ്തുനിഷ്ഠമായി എണ്ണി പറയുന്ന ഷർത്തുകൾ കൊടുത്തിൽ ഒന്നാമത്തെ ഷർത്താണ്. ഒന്നാമത്തെ ഷർത്ത്. ഈ ഷർത്ത് മഹാന്മാരായ ഒട്ടനവധി മശായിഖുമാർ പറഞ്ഞിട്ടുണ്ട് തസവ്വുഫിന്റെ കിതാബുകളിൽ. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ഷഫ്ഷാവി തന്റെ സാദുൽ ശുമൂസ് വൽ അഖ്മാർ പറയുന്നു, വയുഷ്തറത്തു ഫി ശൈഖി,
ഒരു യഥാർത്ഥ ശൈഖാണെങ്കിൽ ആ ശൈഖിന്റെ ഷർത്താണ്, ഷർത്തറ നിബന്ധന അതിനെപ്പോൾ ആരിഫമില്ല, അള്ളാഹുവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കണം. ആളുകളെ സംസ്കരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ചതിപ്രയോഗങ്ങളെ കുറിച്ച് ഇയാൾക്ക് കൃത്യമായ വിവരമാണ്. ഫറഹമിൻ തഹ്ദീബി നഫ്സിഹി, തന്റെ നഫ്സിനെ ആദ്യം സംസ്കരിച്ച് പൂർത്തിയാക്കണം. മുതവസ്സിഖം ബിമാ യഹ്താജു ഇലൈഹി ഹുവ വൽ മുരീദു ഫീ ദീനിഹിമാ, തനിക്കും തന്റെ മുരീദുകൾക്കും ആവശ്യമുള്ള എല്ലാ അറിവും ഇയാൾക്ക് കിട്ടണം. മുരീദുമാർ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കിട്ടണം. അതേതറിവ്? മിൻ ഉലൂമില്ലാഹി, പ്രത്യക്ഷമായ ശരീഅത്തിന്റെ അറിവുകളും വേണം. മുതവല്ലിഅമിൻ ഉലൂമിൽ ബാത്തിൻ, ആന്തരികമായ വൈജ്ഞാനം, തസവ്വുഫിന്റെ വൈജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യവും വേണം. അതിലൊക്കെ പുറത്ത് ഗൈറ മുഹില്ലിൻ ബിശരീഅ, ശരീഅത്തിന്റെ നിയമങ്ങളിൽ ചട്ടങ്ങളിൽ ഒരു ഭംഗവും വരുത്താൻ പാടില്ല. മഖാലൻ, വാക്കിൽ ഭംഗം വരാൻ പാടില്ല. അമലൻ, പ്രവൃത്തിയിൽ ഭംഗം വരാൻ പാടില്ല. വഹാലൻ, അദ്ദേഹത്തിന്റെ ചുറ്റുപാട് സാഹചര്യത്തിൽ പോലും ശരീഅത്തിന് നിരക്കാത്ത ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വസ്തുനിഷ്ഠമായി വിശദീകരിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ശരീഅത്തിന്റെ അറിവ് പോയിട്ട്, ഈ പറയുന്ന വിജ്ഞാനത്തിന്റെ ആ പാരമ്പര്യ പോയിട്ട് പ്രാഥമികമായ അറിവ് പോലും അദ്ദേഹത്തിനില്ല എന്ന കാര്യം അറിയപ്പെട്ടതാണ്, അനിഷേധമായ പരമാർത്ഥമാണ്. അദ്ദേഹത്തിന് ഖുർആന്റെ സമഗ്രമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥം വെച്ച് അദ്ദേഹത്തിന് സ്വന്തം അറിയുന്നു. ഹദീസിന്റെ വസാദിഹ് കൊണ്ട് കിതാബ് ഈ പറയുന്ന വിധം വിശദീകരിക്കാൻ പോയിട്ട് 10 ഹദീസിന്റെ അർത്ഥം പോലും വിശദീകരിക്കാൻ കഴിയാത്ത, അറബി കൈയക്ഷരം തെറ്റുകൂടാതെ എഴുതാൻ കഴിയാത്ത, ഞാൻ ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു 10 അറബി വാചകങ്ങൾ പോലും ഗ്രാമർ മിസ്റ്റേക്കില്ലാതെ വായിച്ച് അർത്ഥമാക്കാൻ കഴിയാത്ത ഈ ദേഹം എങ്ങനെയാകും ഷെയ്ഖ്? ഈ ചോദ്യത്തിനാണ് ആൻസർ കിട്ടേണ്ടത്. എന്താ നമ്മൾ വിട്ടികളാണ് മുസ്ലിം സമൂഹം? ഇദ്ദേഹം തസവ്വുഫിന്റെ ഷെയ്ഖാണെന്നല്ലേ പറയുന്നത്, ഈ കുത്തുബുദ്ധമാണെന്നല്ലേ പറയുന്നത്. ലോക ചരിത്രത്തിൽ വിവരമില്ലാത്ത കുത്തുബുദ്ധമാൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ലോകം 14 നൂറ്റാണ്ട് കാലം പിന്നിട്ടില്ലേ? വിവരമില്ലാത്ത ആളെക്കുറിച്ച് ആരാണ് ഷെയ്ഖെന്ന് ഏത് കിതാബിലാണ് വിശദീകരിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, മാത്രമല്ല വളരെ കൃത്യമായി ഒന്നുകൂടി പറയട്ടെ, അൽ ഇമാം ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫുൽഖുൽ മഷ്ഹൂർ എന്ന കിതാബിൽ ഒന്നുകൂടി കാര്യം തെളിയിച്ചു പറയുന്നു. മൻ റഅയ്തും യദ്ദഇ ത്വരീഖൽ ഖൗം, മഹാന്മാരായ സൂഫിയാക്കളുടെ മാർഗത്തിൽ ഷെയ്ഖാണ് ഞാനെന്ന് പറഞ്ഞു വരുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ഫസ്അലൂഹു അൻ മുഷ്കലാത്തി അബ്വാബിൽ ഫിഖ്, ആളെ പിടിച്ചോ, ഷെയ്ഖാണോ ഇല്ലേ തിരിച്ചറിയാനുള്ള മാർഗം കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ സങ്കീർണമായ മസലകളെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. മിൻ ബാബി ത്വഹാറ, ഒന്നാമത്തെ അധ്യായം ഏത് ഫിഖ്ഹിന്റെ കിതാബിൽ ത്വഹാറത്ത് ശുദ്ധി എന്നാണ്. ആ ശുദ്ധിയുടെ അധ്യായം തൊട്ട് ഇല ആഖിർ അബ്വാബിൽ ഫിഖ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അവസാനത്തെ അധ്യായം വരെയുള്ള മസലകൾ നിങ്ങൾ സങ്കീർണമായ മസല ചോദിക്കും. ഫൈൻ റഅയ്തും യഹില്ലുഹാ വയഹ്ലുഹാ വയഹ്ലു മുഷ്കലാത്തിഹാ, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മസലകൾ മണിമണിയായി പറഞ്ഞു തരാൻ കഴിയുന്നുണ്ട്. വയഹ്ലു മുഷ്കലാത്തിഹാ, പ്രയാസകരമായ മസലകൾ പോലും അപഗ്രഥിച്ച് മറുപടി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫതരമദുലഹു, അദ്ദേഹത്തിന് ശിക്ഷണിക്കോ മുരീദായിക്കോ കുഴപ്പമില്ല. ഇല്ല, ഈ വിജ്ഞാനമായിട്ടില്ലെങ്കിൽ സബുഅദു അകന്നുള്ളി മക്കളെ പഴപ്പിക്കോളെ കൂടെ പിശാചാണത്. മഹാനവർ വിശദീകരിക്കണം. അയാളെപ്പോലത്തെ ശൈഖന്മാരെ കണ്ടാൽ നിങ്ങൾ മൗനം പാലിക്കാൻ പാടില്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയും ശിഷ്യന്മാരെയും മുരീദുമാരെയും ഇതാണ് അപകടകാരികളാണ്, നിങ്ങൾ വിവരമില്ലാത്തവരെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അകറ്റി നിർത്തണോ. ഇൻസാൻ, മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട പിശാചാണ് ആ മനുഷ്യനെന്ന് മഹാനവർ രേഖപ്പെടുത്തുന്നു. ഇതൊരു വസ്തുതയാണ്. ഇത്തരം ആളുകൾക്ക് പിശാച് വളരെ വേഗം ഇറങ്ങി വരും. വിശുദ്ധ ഖുർആനക്കാരൻ സൂചിപ്പിക്കുന്നത്, കാരണം നന്മയുടെ വേഷത്തിൽ വ്യാജമായ പദവി അലങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സഹായിക്കാനോ അപകടത്തിൽപ്പെടുത്താനും അത്തരം ആളുകളെ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വശീകരിക്കാനും അപകടപ്പെടുത്താനും വേണ്ടി പിശാച് ഇത്തരം ആളുകൾക്ക് എല്ലാ പിൻബലവും കൊടുക്കും, എല്ലാ അത്ഭുതങ്ങളും കാണിച്ചു കൊടുക്കും. അത് ലോകത്തെ അല്ലാഹുവിന്റെ സംവിധാനമാണ്. പിശാച് നമ്മൾ വിചാരിച്ചതുപോലൊന്നുമല്ല. പിശാചിന് ഒരുപാട് കഴിവുകൾ അല്ല കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ പിശാചിന് ഇഷ്ടപ്പെട്ട ആളുകൾ പിശാച് പ്രയോഗിക്കും. പിശാചിന് ആളുകളെ വശീകരിക്കാൻ കഴിയുമോ? പിശാചിന് ആളുകളെ സഹായിക്കാൻ കഴിയുമോ? പിശാചിന് നടന്നുപോയ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ സാധിക്കും തന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക്. എത്രയെത്ര സംഭവങ്ങൾ. ചില ആളുകൾ ചോദിക്കുമ്പോൾ ഷെയ്ഖ് അത്ഭുതം കാണിക്കുന്നുണ്ട്, ഷെയ്ഖ് അത്ഭുതം പറയുന്നുണ്ട്. നമ്മുടെ അനുഭവമാണ് അത്ഭുതങ്ങൾ. നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഷെയ്ഖ് വന്ന് വിളിച്ചുണർത്തി എന്നാണ് പറയുന്നത്. ഷെയ്ഖ് വന്ന് വിളിച്ചുണർത്തി നിസ്കരിക്കാം, ശരിയായിരിക്കാം. തസവ്വുഫിന്റെ കിതാബുകൾ പറയുന്നുണ്ട്
പിശാചിന് ആ നിലയിൽ നന്മയിലൂടെ മാത്രമാണ് ഇത്തരം ആളുകളെ വഴിതെറ്റിക്കാൻ സാധിക്കുക. നേരെ മറിച്ച് പിശാച് മദ്യപിക്കാനാണ് ഈ ഷെയ്ഖ് പ്രേരിപ്പിക്കുന്നെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും. പെട്ടെന്ന് ഷെയ്ഖ് ശരിയില്ലാന്ന് മനസ്സിലാക്കും. ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്തുന്നവൻ നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന ഷെയ്ഖാണെങ്കിൽ അതിൽ കൂടുതൽ ആകൃഷ്ടരാകും, ആളുകൾ വഞ്ചിതരാകും. പക്ഷെ പിശാചാകുമ്പോൾ നിലനിൽക്കില്ല. ചില ഘട്ടത്തിൽ അത്ഭുതങ്ങൾ മാത്രം കാണിച്ചു കൊടുത്തവൻ പിൻവാങ്ങും, ക്രമാനുഗതമായി വഴിതെറ്റിക്കും. അത്ഭുത വിദ്യകൾ കാണിക്കാൻ എന്താ പണി? എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു, ലോകം കെട്ട ഔലിയാക്കൾ പ്രമുഖനല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന്റെ ചരിത്രം കലാലുൽ ജവാഹിർ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ ഷെയ്ഖാണ്. അദ്ദേഹം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആകാശ ചക്രവാളത്തിൽ അദ്ദേഹം വലിയൊരു പ്രകാശം കണ്ടു. ഒരു പിണർ, മിന്നൽ പിണർ, വലിയ പ്രകാശത്തിന്റെ ഒരു വെളിച്ചത്തിന്റെ ഒരു കേന്ദ്രം. ഫൈദാഫിഹി സൂറത്തുൻ, അതിനൊരു രൂപമുണ്ട്. ആ രൂപത്തിൽ അശരീരി അയാ അബ്ദുൽ ഖാദിർ അലല്ലാഹ് ഇന്നി അഹലത്തുൽ മുഹറമാത്, അബ്ദുൽ ഖാദിറെ ഞാനാണ് നിന്റെ അല്ലാഹ്, ഇത്രയും ഉയർന്ന പദവിയിൽ എത്തിച്ചേർന്ന കാലത്താൽ ഇനി മുതൽ നിനക്ക് വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു, അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്. വാക്ക് കേട്ടപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, അഭിശപ്തനായ പിശാചം മാറി നിൽക്കണ തമ്മാടി. ഇത് പറഞ്ഞപ്പോൾ ഫൈനൽ തിൽക്കത്ത് സൂറത്ത് ദുഹാൻ, ആ രൂപം പുകപടലങ്ങളായി, പുകതിയുടെ ചുരുളുകളായി അപ്രത്യക്ഷമായി. അതിനുശേഷം വീണ്ടും ഒരശരീരി കൈഫ് അറഫ്തനി അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത്? വഖദ് അവലത്തു നഹബക സബഈൻ, 70ഓളം ഔലിയാക്കളെ ഗണത്തിൽ എത്തിപ്പെടാൻ നിൽക്കുന്ന ആളുകളെ ഞാൻ ഇത്തരം അത്ഭുത വിദ്യകൾ കൊണ്ട് വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് പിശാച് മാറുമെന്ന് പറയുന്നത്. അതാ മാലപ്പാട്ടിൽ പറഞ്ഞത്. ഇബ്ലീസ വേറെ വിപ്പാനായി ചെന്നാരെ ഇബ്ലീസ് ചാറ്റിക്ക് ദത്തി അയച്ചോവർ. ഇബ്ലീസ് അവനെ ചതിക്കാൻ കണ്ടപ്പോൾ ഇബ്ലീസിനെ ചാറ്റി കിടക്കാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി കഴിഞ്ഞിട്ടുണ്ട്. അത്ര മഹാന്മാർക്ക് കഴിയും. പക്ഷെ ഇത്തരക്കാരെ വഴിതെറ്റിക്കാൻ ഇങ്ങനെയുള്ള ചില അത്ഭുത വിദ്യകൾ പ്രകടിപ്പിച്ച പല അത്ഭുത വിദ്യകളും ഹിബറുടെ രൂപത്തിൽ വരും പിശാചി എന്ന് തസൗഫിന്റെ കിതാബുകൾ പറയുന്നുണ്ട്. ഔലിയാക്കളുടെ വേഷത്തിൽ, മുഹീദ്ദീൻ ഷേഖിന്റെ വേഷത്തിൽ വരും പിശാചി എന്ന് തസൗഫിന്റെ കിതാബുകൾ പറയുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് പറയും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ ആ അത്ഭുതത്തിൽ വഞ്ചിതരാകുന്നവരെ കുറിച്ച് അങ്ങനെ വഞ്ചിതരാകരുതെന്ന് കൃത്യമായി മാർഗരേഖ തസൗഫിന്റെ കിതാബ് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. പക്ഷെ തസൗഫിന്റെ കിതാബ് പഠിക്കാനുള്ള വിവരമുള്ള ആളുകൾക്കില്ലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്ഭുതത്തിന്റെ പേരിൽ ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു, എന്റെ സുഹൃത്തെ നീ എന്താണ് ഇത്രമാത്രം തീവ്രമായി പോകാൻ കാരണം? അത് പറഞ്ഞ മറുപടി ഇതാണ്, ഉസ്താദെ സമസ്ത തീരുമാനിച്ചിട്ട് കാര്യമില്ല, തേന് മധുരല്ലാന്ന് സമസ്ത ഫത്വ കമ്മിറ്റി പറഞ്ഞാലും എനിക്ക് ബോധ്യപ്പെടുന്ന കാരണം ഞാൻ തേൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് അനുഭവമാണ്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്തും, ഞാൻ വലതുഭാഗത്തേക്ക് തുപ്പാൻ പോവാണ്, ഈ കറാത്തള വലതുഭാഗത്ത് തുപ്പും. അപ്പൊ ഷെയ്ഖ് വന്ന് ഇടപെടും, തലതിരിക്കും. ഇമ്മാതിരി ഷെയ്ഖ് നമ്മൾ നേരിട്ട് തെർബിയത്തിന് ഷെയ്ഖിന് കിട്ടുമ്പോൾ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുന്നു? ഇത് യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ എപ്പോഴും നിലനിൽക്കും. ഇടയ്ക്ക് അത്ഭുതം കാണിച്ചു കൊടുക്കല്ല, എപ്പോഴും കാണിക്കുന്നില്ല. പ്രകടമായ ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങൾ മുമ്പിൽ കേൾപ്പിക്കാം. ഈ ഷെയ്ഖിനെ കുറിച്ച് തീരുമാനമെടുത്ത സമസ്ത കേരള ജമിയത്തുലമ പ്രഖ്യാപനം നടത്തി, വാർത്തകളിൽ വന്നു. തൊട്ട് പിറ്റേ ദിവസമാണ് ആലപ്പുഴ വെച്ച് ദക്ഷിണ കേരള SKSF സമ്മേളനം നടക്കുന്നത്. കോഴിക്കോട് ട്രെയിൻ മാർഗം അഭിനന്ദനായ സൈനുൽ ചെറുശ്ശേരി ഉസ്താദ്, പാലക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, നാസർ വൈസ് കൂടത്തായി ഈ വിനീതനും ട്രെയിനിൽ ആ സമ്മേളനത്തിലേക്ക് പോകാം. കാലത്ത് 9 മണിക്കാ ട്രെയിൻ. ഫോൺ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്, നാസർ വൈസ് തിരിച്ചും മറിച്ചും വരുന്നത്. ഞങ്ങളിങ്ങനെ മറുപടി പറയുന്നുണ്ട്. അവൻ മുഖാമുഖം 2 സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അവർ ചെറുശ്ശേരി എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ ഉസ്താദെ ഇന്നലെ നിങ്ങൾ ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പ്രഖ്യാപിച്ചില്ലേ, അതിന്റെ ആൾക്കാരാണ് ശല്യം ചെയ്യുന്നത്, അവരിങ്ങനെ വിളിച്ച് അങ്ങട്ടാക്കും ഇങ്ങട്ടാക്കും പറയാണ് പറഞ്ഞു. അപ്പൊ ആ ചർച്ചയുടെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ തരീഖത്തിന്റെ ഇന്ന ഖലീഫ പേരദ്ദേഹം അന്ന് പറഞ്ഞു. ഇന്ന ഖലീഫ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ചായയൊക്കെ കൊടുത്തു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലേ തങ്ങളെ എന്തായാലും ആ ത്വരീഖത്തിനെ സമസ്ത എതിർക്കുകയാണെങ്കിൽ SKSF എതിർക്കരുതോ, നമ്മൾ ഒരുപാട് കുട്ടികളിലുണ്ട്, തങ്ങളിപ്പോ വേണ്ടാന്ന് പറഞ്ഞാൽ വേണമെന്ന് തങ്ങന്മാർ ശൈലിയതാണല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ സമസ്ത എതിർത്താലും നമ്മൾ SKSF എതിർക്കണ്ടെന്ന് പറയാൻ മാത്രം ഒരു ബോധ്യം എന്താണ് നിങ്ങൾക്കുള്ളത്? മൂപ്പര് ഈ ആശയം പറഞ്ഞു, തങ്ങളെ ശരിക്കുള്ള ഷെയ്ഖ, നമ്മൾ ജമാഅത്തിന് പോകാതെ ഉറങ്ങി കിടക്കണേ അപ്പൊ ഷെയ്ഖ് വന്ന് വിളിച്ചോടത്തും, ആള് വിളിച്ചോടത്തും നോക്കുമ്പോ ഷെയ്ഖായിരുന്നു.
നമ്മൾ വലതുഭാഗത്തേക്ക് തുപ്പാണെങ്കിൽ അപ്പ ഷെയ്ഖടവ്, മുന്നിലേക്ക് തുപ്പാണെങ്കിൽ കറാത്ത് പോലും ചെയ്യാൻ സമ്മതിക്കുന്നത് അങ്ങനെ അത്തരം അനുഭവമാണ്. അള്ളാന്റെ ഓരോ സംവിധാനം നോക്കണം. അപ്പൊ തങ്ങൾ പറയാണ്, ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്, മൂപ്പർ ചായ ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിക്കുകയാണ്, ആ ചായ കുടിക്കണമൊക്കെ അടുത്ത് കൈകൊണ്ടാണ് ഇങ്ങനെ കുടിച്ചിങ്ങനെ വെക്കുന്നത്. പിന്നെ ഞങ്ങൾ സംസാരിക്കും, പിന്നെ ഇങ്ങനെ കുടിക്കും. അവസാനം കുടിച്ച് ഗ്ലാസ്സിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോദിച്ചു, അലപ്പം നിങ്ങൾ ഇടത് കൈകൊണ്ട് ചായ കുടിച്ചപ്പോ ഷെയ്ഖ് വന്ന് ഇടപെട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പരിങ്ങനെ നോക്കി തങ്ങളെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചു. എന്താ ചിരിക്കല്ലാന്ന് ചെയ്യാ, ആ ഗ്ലാസ് അവിടെ വെച്ചു. തങ്ങൾ പറഞ്ഞു, എവിടെയെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ആളെ പേര് പറയരുത്, നമ്മൾ ഞാളെ പേര് പറഞ്ഞു വേണ്ടല്ലോ, തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അപ്പൊ പിശാചാണെങ്കിൽ ഇങ്ങനെയാണ്, ഇവരെ ബോധ്യപ്പെടുത്താൻ ചില ചപ്പട വിദ്യകൾ അത്ഭുതങ്ങൾ കാണിക്കും. പക്ഷേ ശാസ്ത്രമാരും മഹാന്മാരായ മഷായിഖുമാരാണെങ്കിൽ അതേത് സമയവും നിലനിൽക്കും. അത്ഭുതങ്ങളൊരു പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, മാതർ അമൃത അനന്തമായി ദേവിക്ക് അത്ഭുതങ്ങളില്ലേ? ഇല്ലാതെ കാര്യമില്ല. കറാമത്ത് നമ്മൾ പേര് പറയാന്നേ ഉള്ളൂ. കാരണം പിശാചിന്റെ പിൻബലമുണ്ടെങ്കിൽ സാധിക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ. സത്യസായി പാപത്ത് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എത്രയോ അത്ഭുതങ്ങളുണ്ട്. ഞാൻ തന്നെ മലയാള മനോരമ പത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് ഞാനൊരു ലേഖനം വായിച്ച കൂട്ടത്തിൽ വായിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ബാലകൃഷ്ണ ഏറാടി, അത് പ്രമുഖനാണല്ലോ, ഇദ്ദേഹത്തിന്റെ മുരീദായിരുന്നു സത്യസായി പാപത്തെ. ബാലകൃഷ്ണ ഏറാടി പറയാണ്, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ആ മെയിൻ റോഡിലൂടെ പോരാൻ, നല്ല മഴ, കാറിൽ പോരാണ് യാത്ര, കോരിച്ചൊരിയുന്ന മഴ. ഡ്രൈവറോട് സ്പീഡിലാണ് ഡ്രൈവർ വണ്ടി ഓട്ടുന്നത്. സ്പീഡ് കുറക്കണം എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വേഗം വീട്ടിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. അതിനൊരു വണ്ടിന്റെ ബ്രേക്ക് പോയി. ഈ റോഡാണ് മഹാറോഡാണല്ലോ, വണ്ടി തിരിച്ചും മറിച്ചു ഓടുന്ന റോഡാണ്. ഞാൻ ഉടനെ വിളിച്ച് പ്രാർത്ഥിച്ചു, സായിറാം സായിറാം പ്രാർത്ഥിച്ചു, സായിറാം. ഉടനെ വണ്ടി ഇങ്ങനെ നിയന്ത്രണം കിട്ടി, ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുക്കി, എവിടെയും തട്ടാതെ മുട്ടാതെ ഇങ്ങനെ സൈഡാക്കി രക്ഷപ്പെട്ട് പിന്നെ വണ്ടി ശരിയാക്കി പോയി. ഈ നന്ദി അറിയിക്കാൻ വേണ്ടി ഞാൻ സായിബാബന്റെ അടുത്ത് തൊട്ടടുത്ത ആഴ്ചയിൽ എത്തിച്ചേർന്നു. സായിബാബനെ കണ്ട മാത്രയിൽ പറഞ്ഞു, അന്നെനിക്ക് നിങ്ങളുടെ വണ്ടി നിയന്ത്രിക്കാനാണ് പ്രയാസം വന്നത്. ട്രാഫിക് പോലീസിനെ കൊണ്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ മാറ്റി നിങ്ങളെ വണ്ടി അപകടപ്പെടാതെ അങ്ങനെ രക്ഷിക്കാനാണ് കുറെ പ്രയാസപ്പെടേണ്ടി വന്നത് പറഞ്ഞു. ഒന്നും അങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞു. പിശാചിന് സാധിക്കൂത്. നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പിശാചിന് സാധിക്കുമെന്ന് ധാരാളം സംഭവങ്ങൾ ഖുർആനും ഹദീസിലും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും, ഈ അത്ഭുതങ്ങൾ കൊണ്ടൊന്നും ഷെയ്ഖാവൂല. ഷെയ്ഖാകണമെങ്കിൽ അവിടെയാണ് മാനദണ്ഡം പറഞ്ഞത്. ഷെയ്ഖിന് ക്വാളിറ്റി, ഒന്നാമത്തെ പ്രശ്നം എന്താണ്? വിവരം വേണം, അറിവ് വേണം, പാണ്ഡിത്യം വേണം. ഇത് തന്നെയാണ് വിഷയം. പാണ്ഡിത്യം വേണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് മഹാനായ ഷെയ്ഖ് ഉമർ വലിയുള്ളാഹി മഹാനവർ പറഞ്ഞത്, തിബ്ബി തിബ്ബിൻ മിൻ തബീബിൻ ഹാദിഖിൻ താഅൽ ഫുആദ് താലിബൻ തൂബാ ബിതാബ താബ ലിൽ അബ്ഖാൽ ഖാൽ. നീ ചികിത്സിക്കേണ്ടത് നല്ല വൈദ്യനെ കൊണ്ടാ, നല്ല ഡോക്ടറെ കൊണ്ടാ. ഹാദിഖിൻ താഅൽ ഫുആദ്, മനോരോഗത്തെ നന്നായി ചികിത്സിക്കാൻ കഴിയുന്ന ക്വാളിറ്റി ഉള്ള വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം. തസൗഫാണി പറയുന്നത് നല്ല ഷെയ്ഖായിരിക്കണം. താലിബൻ തൂബാ ബിതാബ താബ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംതൃപ്തി തേടിക്കൊണ്ട് ദീർഘകാലം പ്രവർത്തിക്കുന്ന നല്ല മുറബ്ബിയായ ഷെയ്ഖിനെ കൊണ്ട് മാത്രമാണ് നീ എന്ത് നേടാൻ, ചികിത്സ നടത്താൻ. ലിൽ അബുത്താൽ, അത് ധീരരായ ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ യോഗ്യരായ ആളുകളെ മാത്രം കണ്ടെത്തി ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് സംതൃപ്തി തേടിക്കൊണ്ട് ജീവിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണോ എന്ന് ഒരു പക്ഷേ ഈ നാട്ടുകാരായ പല സുഹൃത്തുക്കൾക്ക് പറയും, പക്ഷെ ദൂരക്കാർക്കറിയില്ല. ഞാനൊരൊറ്റ സാമ്പിൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയട്ടെ സുഹൃത്തുക്കളെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകകാല ദീർഘകാല നായകനാണ് മഹാനായ മർഹൂം ഷെയ്ഖ് പാങ്ങിൽ അഹമ്മദ് കുത്തുബ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരാണ് സുന്നത്ത് ജമാഅത്തിൽ കേരളത്തിൽ നിലനിർത്തിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഥമ ആലോചനായോഗം നടന്ന് മുഷാവറ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ പ്രസിഡന്റ് ആര് എന്ന ചോദ്യം തർക്കമില്ലാതെ ആളുകൾ പറഞ്ഞത് പാങ്ങിൽ അഹമ്മദ് കുത്തുബ് മുസ്ലിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചത്. പാങ്ങിൽ എഴുന്നേറ്റ് പറഞ്ഞു, അത് ഞാനാകേണ്ട ബറക്കത്ത് തങ്ങളാകട്ടെ എന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ അഭിപ്രായം. പാങ്ങിൽ അഹമ്മദ് കുത്തുബ് അങ്ങനെ തങ്ങൾ പ്രസിഡന്റായിരുന്നു.
ഈ സുന്നത്ത് ജമാഅത്തിനെ അദ്ദേഹം ശക്തിപ്പെടുത്താനും വഹാബി പ്രസ്ഥാനത്തെ തകർത്താനും നാട് നീളെ നടത്തിയ പ്രചരണങ്ങളുടെ ഫലം ചരിത്രത്തിൽ രേഖപ്പെടുത്തി നമ്മളൊക്കെ സുന്നിയായത് ഒരു പക്ഷെ അദ്ദേഹത്തോട് കടപ്പാടുണ്ടായിരിക്കും. ആ നിലയ്ക്ക് നന്നായി പ്രവർത്തിച്ച സുന്നത്ത് ജമാഅത്തിനെ നിരവധി കിതാബുകളുടെ യോഗ്യനായ പണ്ഡിതനാണ് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പരമ്പര ഏതാണ്? നമ്മുടെ പരമ്പരയല്ല. നമ്മളൊക്കെ പൂർവികർ ഹിന്ദുക്കളാണ്. ഈ രാജ്യത്ത് നമുക്ക് മതപരിവർത്തനത്തിലോ ഇസ്ലാമിലേക്ക് വന്നവരാണ്. അദ്ദേഹം മഹാനായ ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു താബഈയുടെ ആ സന്താന പരമ്പരയിൽ ജനിച്ച യോഗ്യനായ മഹാപണ്ഡിതനാണ്. ആ പണ്ഡിതന് സമസ്തയുടെ പ്രസിഡന്റായി ബാദവി തങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് അൽബായൻ പത്രത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം, താനൂർ ഇസ്ലാഹി കോളേജ് ഇസ്ലാഹുൽ കോളേജ് സ്ഥാപിച്ച അദ്ദേഹം, അതിന്റെ പ്രിൻസിപ്പളായ അദ്ദേഹമാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധാരാളം പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചത് അദ്ദേഹം. ആ യോഗ്യനായ മഹാനായ തികഞ്ഞ പണ്ഡിതൻ അദ്ദേഹം നല്ല നിലയിൽ ഈ ദുനിയാവിനോട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മരിച്ചു പോയതുപോലെ വഫാത്തായി വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അത്ര വലിയ യോഗ്യനായ പണ്ഡിതനെ പോലും ഈ ഷെയ്ഖ് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ എങ്ങനെ കേൾപ്പിക്കാതിരിക്കും? ഞാൻ സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇയാളുമായി ബന്ധപ്പെടാത്ത, ഇയാളെ എതിർക്കുന്ന സംഘടനയുടെ കഴിഞ്ഞകാല നേതാക്കളായിരുന്നാലും ശരി, ജീവിച്ചിരിക്കുന്ന നേതാക്കളായിരുന്നാലും ശരി, ആരായാലും അവരൊക്കെ ചത്തുപോയി. ഈ ഒരു ശൈലി വളരെ മോശമായ പ്രാകൃതമായ നിലയിൽ സംസ്കാരമില്ലാത്ത, ഷെയ്ഖാകണമെന്നില്ല, ഒരു മുസ്ലിം പോലും പ്രയോഗിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു മുസ്ലിമാകട്ടെ, ഒരു ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ധാർമ്മിക ബോധമുള്ള ഒരു ശരാശരി മനുഷ്യന് പ്രയോഗിക്കാത്ത ശൈലിയാണ് എന്നോ വഫാത്തായി പോയ കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുടെ സ്ഥാപക നായകനായ മഹാനായ മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തും അള്ളാഹുവിന്റെ ഹബീബിന്റെ സംതൃപ്തിയും നേടിക്കൊണ്ടായിരിക്കണം ഈ ശൈഖ് പ്രവർത്തിക്കേണ്ടതെന്ന്. ആ ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടോ? നിങ്ങൾ സാമ്പിളിന് അദ്ദേഹം ഒരു സുഹൃത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ സുഹൃത്തിനോട്, അപ്പൊ ഉള്ളാൽ തങ്ങൾ രോഗശയ്യയിലാണ്, തങ്ങളുടെ രോഗശയ്യയിൽ കിടക്കുന്ന അവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, വന്യരായ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ച് നമുക്ക് ഉദ്ധരിക്കാൻ പ്രയാസം, വളരെ നീചവും നികൃഷ്ടവുമായ ശൈലിയിൽ അദ്ദേഹം കണ്ണും ചുമ്മി പറയുന്നു. നോക്കൂ അദ്ദേഹം പറയാൻ ധൈര്യം കാണിച്ച വാക്കുകൾ. ഈ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല അല്ലെ? സോറി, ഒന്നുകിൽ സിസ്റ്റത്തിന്റെ ഒരു വിഷയമായിരിക്കും, ഒന്ന് അടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ അതിലെ മുഴുവൻ വാക്കുകൾ നമുക്ക് ഉദ്ധരിക്കാൻ പ്രയാസമുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവസാന ഘട്ടത്തിൽ തന്റെ റൂമിൽ ഇങ്ങനെ വൃത്തികേട് കാണിച്ച് അങ്ങനെ ചത്തുപോയതാണ്, അദ്ദേഹത്തിന്റെ അനുയായികളും ഈ സമസ്തക്കാരൊക്കെ അങ്ങനെ ചത്തുപോയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കണം. നമുക്ക് അത് വിശദമായി അതേപോലെ പറയാൻ പ്രയാസമുണ്ട്. സാമ്പിളിന് വേണ്ടി കേൾപ്പിക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് വാക്കിതാണല്ലോ, മഹാനായ മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുടെ പ്രഗത്ഭനായ ഉപാധ്യക്ഷനും ദീർഘകാലത്തെ സെക്രട്ടറിയുമായ മഹാപണ്ഡിതൻ.
അന്നിട്ട് തൊട്ട് ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുള്ള നായകന്മാരും അതിന്റെ പ്രസ്ഥാന ബന്ധുക്കളായ നല്ലവരായ ആളുകളും സ്വാലിഹീങ്ങളായ ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ധാരാളം ആളുകൾ ഗഗനത്തിലുണ്ട്. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് മോശമായ പരാമർശം നടത്തി ചത്തുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായികളെ കഥ പറയാണ്ടോ, അനുയായികളൊക്കെ അങ്ങനെ തന്നെ ചത്തുപോളൂ, ഞാൻ ഏറ്റവും ബന്ധപ്പെടാൻ ഒരു രക്ഷയില്ല. പാങ്ങിലാഹുൽ ഹുസ്ന എന്ത് തെറ്റാ ചെയ്താല ഇയാളൊന്ന് ജീവിച്ചിരിക്കണ്ടേ? പാങ്ങിലാഹുൽ ഹുസ്ന അയാളുമായി ബന്ധപ്പെടണമെങ്കിൽ. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തും അദ്ദേഹത്തെ എതിർത്തു എന്ന ഏക കാരണത്താൽ സമസ്തയുടെ സ്ഥാപക നേതാക്കന്മാർ മാത്രമല്ല, അദ്ദേഹവുമായി ഈ ബന്ധമുള്ള ഈ സമസ്തയുടെ സകലമായ ആളുകളും ഇതുപോലെ ഈമാൻ കിട്ടാൻ ചത്തുപോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ എന്റെ സഹോദരന്മാരെ, അയാൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ഞാനൊരു അനുഭവം പറയട്ടെ. ഈ ശൈഖിനെ കുറിച്ച് പഠിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുലമ നിയോഗിച്ച സബ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു അഭിവന്ദനായ ഉസ്താദ് കെ.ടി. മാനുഷ്യ. നവ്വറല്ലാഹു മർഖദഹു, ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ അദ്ദേഹവുമായി വ്യക്തിബന്ധം മാത്രമല്ല, എന്റെ ഭാര്യയുടെ പിതാവാണ് അദ്ദേഹം, എന്റെ അമ്മോഷനാണ് അദ്ദേഹം. 26 കൊല്ലക്കാലമായി അദ്ദേഹം നല്ല ബന്ധമായിരുന്നു. സംഘടനാ ബന്ധവും ഈ ബന്ധവും ഉപയോഗിച്ച് നല്ല അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹവുമായിട്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിത രീതി അറിയാം. ഉസ്താദ് സബ് കമ്മിറ്റിയിൽ അംഗമെന്ന് മാത്രമല്ല, ഈ ശൈഖിനെ കുറിച്ച് അദ്ദേഹത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുലമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമസ്ത കണ്ടെത്തിയ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കിതാബുകളുടെ ഉദ്ധരണികൾ മാത്രം, ആ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ശരീഅത്തിനെതിരായ ഉദ്ധരണികളെ കുറിച്ച് എന്ത് പറയാൻ നേരിട്ടൊരു ചർച്ച ഈ ആലുവയിൽ വെച്ച് നടത്തി. അന്ന് ഉസ്താദ് കാലമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാർ, MT അബ്ദുൽ മുസ്ലിയാർ, ആ കൂട്ടത്തിൽ മഹാനായ ഉസ്താദ് കെ.ടി. മാനു മുസ്ലിയാർ അവരുണ്ടായിരുന്നു. അവർ ചർച്ച നടത്തി. ഇദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. വിവരമായിട്ട് മറുപടി പറയണമെങ്കിൽ ആ മറുപടി പറയാൻ കഴിയാതെ തിരിച്ചുപോയി അദ്ദേഹത്തിനെതിരെ അത് പഴച്ച ത്വരീഖത്താണ്, ഈ ശൈഖ് ശരിയല്ല എന്ന് തീരുമാനമെടുക്കാൻ നേതൃത്വം കൊടുത്ത മുൻനിരയിലെ ഒരാളാണ് ഉസ്താദ് കെ.ടി. മാനു മുസ്ലിയാർ. കേവലം സമസ്തയുടെ നേതാവ് മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പറഞ്ഞത് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായികൾ മുഴുവൻ കാഫറായി ചത്തുപോകുന്നതാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? എന്നാൽ ഉസ്താദ് മാനു മുസ്ലിയാർ മരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഏത് ശൈഖ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ഉസ്താദ് മാനു മുസ്ലിയാർ മരണപ്പെടുന്നത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ 6 വർഷം മുമ്പ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന വിപുലമായ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഐതിഹാസികമായ മഹാസമ്മേളനത്തിൽ 10-20 ലക്ഷം സ്വാഗതം പറയേണ്ട അദ്ദേഹമാണ്. ഉസ്താദ് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈകിട്ട് 5 മണിക്ക് ഉസ്താദ് നിർബന്ധമായിട്ടും ഡിസ്ചാർജ് വാങ്ങിപ്പോലും എനിക്ക് സമ്മേളനത്തിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഉസ്താദ് വന്നു. സമ്മേളന നഗരിക്ക് തൊട്ടടുത്തൊരു വീട്ടിൽ നേതാക്കന്മാർക്ക് വിശ്രമിക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വിശ്രമിച്ചു. ഉസ്താദ് നെഞ്ചുവേദന വിട്ടുപോയിട്ടില്ല. ഉസ്താദ് കട്ടിൽ കിടക്കുകയാണ്. ഞാൻ ഇപ്പോഴും ആ കാഴ്ച കാണുകയാണ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ അപ്പുറത്ത് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം സയ്യിദ് ഹൈദർ ശിഹാബ് ചെറുശ്ശേരി ഉസ്താദ് ഉൾപ്പെടെ നേതാക്കന്മാർ മഗ്‌രിബ് മുമ്പ് തന്നെ സ്റ്റേജിലേക്ക് പോയി. ഞങ്ങൾ നിസ്കാരം വെച്ചേക്കാം. മാനുഷ്യാർ എന്ത് ചെയ്യും? നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വരിയെന്ന് പറഞ്ഞു. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം ജമാഅത്തായിട്ട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചു. ഞങ്ങൾ 5-6 ആളുകൾ അവിടെ ബാക്കി വന്നു. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പോണ്ടേ ആശയം അവസാനം ഉസ്താദ് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ തീരുമാനിച്ച് സ്റ്റേജിലെത്തി. സ്റ്റേജിൽ ദീർഘനേരം കഴിച്ചുകൂട്ടി. അവസാന ഘട്ടത്തിൽ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞപ്പോൾ ഉസ്താദ് എഴുന്നേറ്റു, കൈകൊണ്ടിങ്ങനെ കാണിച്ചു പോകാൻ എന്ന് ആംഗ്യം കാണിച്ചു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. നേരത്തെ സമ്മേളനം കഴിഞ്ഞാൽ ആംബുലൻസ് ഉണ്ട്. ഉസ്താദിന് അസ്വസ്ഥത കൂടി. ആംബുലൻസിൽ ഉസ്താദിനെ കിടത്തി. ഒരു സ്ട്രെച്ചറിൽ ഉസ്താദിനെ കിടത്തി. ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായി വിനീതൻ. എന്റെ കൂടെ സമസ്ത കേരള ജംഇയ്യത്തുള്ള സമുന്നതനായ ഉസ്താദ് വാക്കോട് മൊയ്തീൻകുട്ടി വൈസ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. സമസ്തയുടെ മാനേജറായിരുന്ന സുന്നിയൽ സംഘ സംസ്ഥാന സെക്രട്ടറിയായ പഴങ്ങോട് അബൂബക്കർ സാഹിബുണ്ട്. ഞങ്ങൾ 5-8 ആളുകൾ മുന്നിലെ സീറ്റിലും ഈ ഓപ്പോസിറ്റ് സീറ്റിലുമായി ഇരിക്കുന്ന ഉസ്താദെ കിടക്കുന്നുണ്ട്. ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഉസ്താദിന് വേദന കൂടി. ഉസ്താദ് പറഞ്ഞു വെള്ളം 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 എന്ന് പറഞ്ഞു. ഞാൻ അനുഭവസ്ഥാന സുഹൃത്തുക്കളെ, ഒരു ബോട്ടിൽ മിനറൽ വാട്ടറിന്റെ ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ പൊട്ടിച്ച് ഉസ്താദിനോട്ട് ഉസ്താദ് സ്വയം എഴുന്നേറ്റും സ്ട്രക്ചറിൽ ഉസ്താദിനെ വാങ്ങിയിട്ട് ആ ധാരാളം വെള്ളം കുടിച്ചിട്ട് ഉസ്താദ് അങ്ങനെ കിടന്നിട്ട് ഉസ്താദ് പറഞ്ഞ വാക്ക് കേട്ടോ, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 3 തവണ കലിമ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ഉസ്താദ് തന്റെ വായിൽ വെപ്പ് പല്ലാണ് വെച്ചുപിടിപ്പിച്ച പല്ല് ഊരിയിട്ട് വിനീതന്റെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിച്ചു. പിന്നെ ഒരു മിനിറ്റ് നിന്നില്ല. ഉസ്താദ് കണ്ണടച്ചു, സ്വയം കണ്ണടച്ചു. ഞങ്ങളല്ല കണ്ണടച്ചു കൊടുത്തത്. ഉസ്താദ് നിശ്ചലനായി. മരിച്ചു എന്ന് ഞങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കാൻ പ്രയാസമോ? എന്താണ് സംഭവിച്ചത്? മിനിറ്റുകൾ കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ നോക്കി.
അയ്യോ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ആരാണ് ചോദിച്ചു, പരിചയപ്പെടുത്തി, പോയല്ലോ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് മാനൂസിലർ അങ്ങേണ് മരിച്ചത് ഞാൻ മാത്രമല്ല സാക്ഷി, ഉത്തരവാദപ്പെട്ട 5-8 ആളുകൾ സാക്ഷിയാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ടിൽ ഹദീസ് കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ ഓൾറെഡി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ വ്യാജ ശൈഖ് പറയുന്നു, അല്ല ഇവരൊക്കെ ചത്തുപോയിരിക്കുകയാണെന്ന്. ഈ ശൈഖ് പറയുന്നതാണോ കണ്ട നമ്മൾ പറയുന്നതാണോ ശരി? ശംസുലമ വഫാത്തായി കൂടെ നിന്ന് ആളുകൾ കണ്ടതല്ലേ? സുബഹിക്ക് ബാങ്ക് ഇങ്ങനെ വിളിക്കുകയാണ്, ശംസുലമ ഇജാബത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. മുഅദ്ദിൻ അവസാനത്തെ ബാങ്കിന്റെ വാക്ക് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ തസ്ബീഹ്മാല വീണു. അപ്പൊ മൂപ്പര് മരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഹാന്മാരെ മരണം. എന്നിട്ട് ഇവരൊക്കെ ചത്തുപോയി സംസ്കാരമില്ലാത്ത ഭാഷ പറയുന്ന ഈ മനുഷ്യൻ എന്ത് ശൈഖാണ് സുഹൃത്തുക്കളെ? ഇയാൾ ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള മനുഷ്യനാണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ആർക്കാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഈ സംശയം തോന്നുന്നത്? ഇദ്ദേഹത്തെ ഏത് നിലയിലാണ് ഒരു മഹാനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? പിന്നൊരു പ്രശ്നം പറയുന്നു, ഇയാൾ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ഇയാൾക്ക് ലതുന്യ എഴുമിട്ടിരിക്കുന്ന ചില ആൾക്കാരെ വാദം. ലതുന്യ എഴുതാനോ എഴുമുണ്ട്, അള്ള നേരിട്ട് തരുന്ന എഴുമെന്നായിട്ട് അർത്ഥം. പക്ഷേ അതൊക്കെ കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഔലിയാക്കളെയും മശായിഖുമാരെയും കുടിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഈ കാര്യം വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുണ്ട്. ലതുന്യായും വെറുതെ കിട്ടുന്നില്ല അവന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടണ്ടേ? കിട്ടാൻ ഉപാധിയുണ്ട്. ബാഹ്യമായി നമ്മൾ പഠിക്കേണ്ട മസ്അലകളും നിയമങ്ങളും മുഴുവൻ നമ്മൾ പഠിക്കണം. കസ്ബിയ ഇൽമു പറയും, സമ്പാദിച്ച് പഠിക്കേണ്ട ഇൽമു. ഇന്നമൽ ഇൽമു പഠിച്ചോളണം, വേറെ എളുപ്പവിറ്റൊന്നുമില്ല. പഠിക്കണം വേണം. ശരിയാക്കുന്ന നിയമങ്ങൾ അങ്ങനെ തന്നെ. അത് പഠിക്കുക തന്നെ വേണം. ആ പഠിച്ചിട്ട് കസ്ബിയായിരുന്നു പഠിച്ചെടുക്കേണ്ട ഇൽമുകൾ പഠിച്ചിട്ട് ആ പഠിച്ചതനുസരിച്ച് നന്നായി പ്രവർത്തിച്ചാൽ ആത്മീയമായ അറിവുകൾ അല്ലാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കിട്ടുന്നതായിട്ട് മാന. അങ്ങനെ തസവ്വുഫിന്റെ കിതാബുകൾ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം അങ്ങനെ തന്നെ ഉണർത്തുന്നുണ്ട്. വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്. നിങ്ങൾ പഠിച്ചതനുസരിച്ച് നന്നായി സ്വയം അധ്വാനിച്ചുണ്ടാക്കി പഠിച്ചതനുസരിച്ച് അള്ളാഹുവിന് സൂക്ഷ്മമായി അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ജീവിച്ചാൽ, സൂക്ഷ്മമായ ജീവിതം നയിച്ചാൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ വയുഅല്ലിമുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് വേറെ അറിവ് പഠിപ്പിച്ചു തരും. അതാണ് ഹഖായിഖിന്റെ ഇൽമുകൾ, അതാണ് മഅരിഫത്തിന്റെ ഇൽമുകൾ. അതല്ലേ അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത്, മൻ അമില ബിമാ അലിമ. ഒരാൾ താൻ കസ്ബിയായ താൻ സമ്പാദിച്ചുണ്ടാക്കി അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കിയ അറിവ് കൊണ്ട് അറിവനുസരിച്ച് നന്നായി പ്രവർത്തിച്ചാൽ വർദ്ധസഹല്ലാഹു ഇൽമമാലജ്ഞാനം, അവൻ അറിവില്ലാത്ത കാര്യം അള്ളാഹു അതിന് ശേഷം പഠിപ്പിച്ചു കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ദുനിയാ ഇൽമു കിട്ടുള്ളൂ. അതല്ലാതെ ഇൽമു പഠിക്കാതെ തോന്നിവാസത്തിന്റെ ജീവിതം നയിച്ചു നടക്കുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു നേരിട്ട് അറിവ് കൊടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട സുന്നല്ലാതാ പറഞ്ഞു. ഇസ്ലാമിന്റെ സുന്നത്തിമാരുടെ പുറത്താതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഇമാം സർക്കസ്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ലെങ്കിൽ ഒരു ഷെയ്ഖ് വാദിച്ചാൽ എനിക്ക് ലദുന്യായിരുന്നു അള്ളാഹുവിന്റെ ഭാഗത്ത് അറിവ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് എന്റെ അറിവ് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാൽ ബിലാ തുക്കൻ തഖ്വ കാണുന്നില്ല, സൂക്ഷ്മമായ ജീവിതം നമ്മൾ കാണുന്നില്ല. അപ്പൊ സുന്നി തീരുമാനിച്ചോ സുന്നിയല്ല, യഥാർത്ഥ സുന്നത്തിമാരുടെ പുറത്തുള്ള വ്യാജനാണ് അവനെന്ന് തിരിച്ചറിഞ്ഞതെന്ന് മഹാനവർ രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഇതല്ലേ സുഹൃത്തുക്കളെ വസ്തുത? പിന്നെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നാമത്തെ പ്രശ്നമാണ് സൂചിപ്പിച്ചത്, നല്ല അറിവ് വേണം, പാണ്ഡിത്യം വേണം. ഇദ്ദേഹത്തിന് അതില്ല എന്നുള്ള കാര്യം തീർച്ച. രണ്ടാമത് ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം സൂക്ഷ്മമായ ജീവിതം എന്നാണ്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തന്നെ പറയട്ടെ, വതരീഖത്തുൻ നഖ്ദും ഫി അഹ്വത കൽവറ വഅസീമത്തുൻ കറിയാമത്തുൻ മുതബത്തില. വതരീഖത്തുൻ തരീഖത്ത് ത്വരീഖത്താണ് ശരീഅത്തനുസരിച്ചുള്ള ജീവിതം പോരാ. അഹ്ദും ഫി അഹ്വത കൽവറ, വറ പോലെ സൂക്ഷ്മമായ ഏറ്റവും സൂക്ഷ്മമായ ജീവിതം സ്വീകരിക്കല. വറയാണ് തെർക്കു ശുബുഹാത്ത്, സംശയമുള്ള കാര്യം കൂടി ഒഴിവാക്കുക. സംശയം തെറ്റാകോ എന്ന് സംശയമുള്ള കാര്യം കൂടി ഒഴിവാക്കുക. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾക്കൊക്കെ പ്രതിമാസം 4000 ദിർഹം പിൽക്കാലത്ത് കൊടുത്തിരുന്നു. 4000 ദിർഹം വെച്ച്
ആദ്യകാലത്ത് ഹിജ്റ പോയ ആളുകൾക്ക് ഒരു സ്പെഷ്യൽ അലവൻസ്. അദ്ദേഹത്തിന്റെ മകനാകട്ടെ 3500 ദിർഹമാണ് കൊടുത്തത്. മകനും ഹിജ്റ പോയ ആളാ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ലിമൻ അഫസ ഇവനൊക്കെ നിങ്ങളെ മോനെന്റെ ചുരുക്കിയത് ചോദിച്ചു. അതെ, മോന് എന്റെ കൂടെ പോകുന്നതാണ്, അപ്പൊ ഞാനിവിടെ സപ്പോർട്ട് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് പോകുന്നതല്ലോ, അതുകൊണ്ട് കുറച്ചതാണ് സൂക്ഷ്മത പോകുന്നത്. തെറ്റാകുമോ? ശരിക്കും ആവുമല്ലോ. ഹിജ്റ പോയ ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ മകനും കൊടുക്കേണ്ടത് 4000 വേണ്ട, മകനൊന്ന് കുറയ്ക്കുക. ഇതാണ് സൂക്ഷ്മത, ഏറ്റവും വലിയ സൂക്ഷ്മത. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കലാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്ത്. അമ്മ അതിന് സൂക്ഷ്മത, ഓരോ കാര്യത്തിലും സൂക്ഷ്മത. മഹാനായ പ്രമുഖനായ ഇമാം അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഷെയ്ഖിനെ കുറിച്ച് കേട്ടു. ആൾക്കാരൊക്കെ ഷെയ്ഖിന്റെ അടുത്ത് ഒരു ഷെയ്ഖിന്റെ അത്ര വലിയ മഹാനാണത്ര. അബൂ യസീദ് ബിസ്താമി എല്ലാവരും കൂടി പോകുമ്പോൾ പോയി നോക്കാം, മഹാനാണെങ്കിൽ നമുക്കും ബന്ധപ്പെട്ട് ബർക്കത്തെടുക്കാലോ. അബൂ യസീദ് ബിസ്താമി ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കുറെ ആൾക്കാർ ചുറ്റുപാടും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ ഷെയ്ഖ് തുപ്പേണ്ട സമയത്ത് തുപ്പിയത് ഖിബിലാന്റെ നേരെ മുന്നിക്കാ തുപ്പിയത്. നേരെ ഷെയ്ഖ് അബൂ യസീദ് ബിസ്താമി പോരി നമുക്ക് പോകാറോ, മുപ്പര കൂടെ ആൾക്കാരെ കൂട്ടി പോരി പോകാറോ. എന്ത് ചോദിച്ചു? അള്ളാഹുവിന്റെ ദീനിന്റെ ഖിബിലയെ ബഹുമാനിക്കാത്ത ഇവൻ ഷെയ്ഖല്ല. നമ്മളെപ്പോലെ ജീവിച്ചാ പോരെ ഷെയ്ഖ്. ഷെയ്ഖ് സൂക്ഷ്മമായ ജീവിതം നയിക്കണം. വലിയ മുറബ്ബിയായ ഷെയ്ഖൊന്നും ആകുന്നതിലെ സാധാരണ ഷെയ്ഖുമാർ പോലും സൂക്ഷ്മത ആൾക്കാരാണ്. എന്നിട്ടല്ലേ മുറബ്ബിയായ ഷെയ്ഖ് കുത്തുബുസ്സമാനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന തമാശ, ഈ ലോകത്തെ ഏറ്റവും ഒരു തമാശ എന്ന് പറഞ്ഞാൽ കുത്തുബുസ്സമാൻ എന്ന ഭാഗത്തെ കുറിച്ച്, മുറബ്ബിയായ ഷെയ്ഖിനെ സാധാരണ ഷെയ്ഖിനെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തേനു മുസ്ലിയാർ, നമ്മൾ എത്രയോ ഉദാഹരണം കാണാൻ സാധിക്കും. അവരൊക്കെ സൂക്ഷ്മത. തേനു മുസ്ലിയാർ എന്ന വലിയ മഹാപണ്ഡിതനുണ്ടായിരുന്നു. മഹാനായ ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയായുടെ പിതൃപരമ്പരയിൽപ്പെട്ട മഹാനാണ്. തേനു മുസ്ലിയാർ ഇന്ത്യനൂർ എന്ന നാട്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് നടന്ന് കോട്ടക്കൽ ടൗണിലേക്ക് 5 കിലോമീറ്റർ നടക്കണം. ആ കാലത്ത് തേനു മുസ്ലിയാർ കാലത്ത് വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാൻ വേണ്ടി കോട്ടക്കൽ ടൗണിൽ വന്നു. കോട്ടക്കൽ ടൗണിൽ വന്നൊക്കെ ഇറച്ചി പൊതിഞ്ഞു കൊടുക്കുക ഈ തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക, കയറുകൊണ്ട് വെക്കുക. 1 കിലോ ഇറച്ചി വാങ്ങി അതൊക്കെ പൊതിഞ്ഞ് കയ്യിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അതിനിടയിൽ വേറെന്തോ സാധനം വാങ്ങാൻ വേണ്ടി താഴ്ത്തി വെച്ചിരുന്നു. സാധനം വാങ്ങി തിരിച്ച് വീട്ടിലെത്തി. നടന്ന അവസാനമായി വെള്ളിയാഴ്ച നേരത്തെ വീട്ടിലെത്തി. വേഗം കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി പള്ളി പോകണം. അങ്ങനെ ഇറച്ചിന്റെ പൊതി കഴിച്ചു നോക്കുമ്പോ ഇതിന് നിറയെ ഉറുമ്പുകൾ. ഉറുമ്പ് പറഞ്ഞാൽ ചെറിയ ഉറുമ്പല്ല, ഞങ്ങളുടെ നാട്ടിൽ കുനിയൻ ഉറുമ്പുകൾ അറിയും. കുറച്ച് വലിയ കറുത്ത ഉറുമ്പുകളുണ്ട്. നിറച്ച് ഉറുമ്പ് കടന്നു കൂടിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോടെ ഇറച്ചി വാങ്ങുമ്പോൾ ഉറുമ്പില്ല, എപ്പോഴാണിത് കടന്നുകൂടി? അപ്പൊ ഓർമ്മ കിട്ടി, ഞാൻ വേറെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പൊതി നിലത്ത് വെച്ചിരുന്നു. ആ സമയത്ത് കാര്യം കൂടുതലായിരിക്കും. അല്ലോ, ഇവിടെ വെച്ച് ഈ ഉറുമ്പുകളെ തുറന്നു വിട്ടാൽ അതിന്റെ കൂടുണ്ടാവില്ലോ, കൂട്ടുകാരുണ്ടാവുമല്ലോ, വഴിയാധാരാകുമല്ലോ, കഷ്ടം. ഉടനെ അദ്ദേഹം ഇറച്ചിപ്പൊതി വീണ്ടും പൊതിഞ്ഞ് കെട്ടിയിട്ട് ആ ഇറച്ചിപ്പൊതിയുമായി 5 കിലോമീറ്റർ കോട്ടക്കലേക്ക് നടന്നുപോയിട്ട് ആ ഇറച്ചിപ്പൊതി വെച്ച സ്ഥലത്ത് അഴിച്ചിട്ട് ഈ ഉറുമ്പുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന് അനുഭവസ്ഥരായ ആളുകൾ നാട്ടിൽ. ഇതാണ് സൂക്ഷ്മത. ആ സൂക്ഷ്മമായ ജീവിതം, ഇതാണ് മഹാന്മാരായ ആളുകൾക്ക്, മശായിഖുമാർക്ക് പറഞ്ഞ സൂക്ഷ്മത. മഹാനായ അബൂ ഹഫ്സ് ഹദ്ദാദ് റഹിമഹുല്ലാഹ് പറയുന്നു, അത്തസവ്വുഫ് കുല്ലുഹു അദബ്. ആത്മസംസ്കരണം എന്ന് പറഞ്ഞാൽ ഈ തസവുഫിന്റെ മേഖല തന്നെ മുഴുവൻ അദബ. ലികുല്ലി വഖ്തിൻ, ഏത് സമയത്തിനും അദബുണ്ട്. ഒരു കുല്ലി ഹാദിന് അദബുൻ, ഏത് അവസ്ഥയിലും അദബുണ്ട്. ഒരു കുല്ലി മഖാമിൻ അദബുൻ, ഏത് സ്ഥാനത്തും അദബുണ്ട്. ഫമൻ ലസിമ അദബൽ ഔഖാത്ത്, എല്ലാ സമയത്തും ഈ അദബിൽ അച്ചടക്കം സൂക്ഷ്മത പാലിച്ചാൽ ബലഗ മബ്ലഗ റിജാൽ, മഹാന്മാരായ മശായിഖുമാരുടെ പദവിയിലെത്തും. വമൻ ലയ്യ അൽ അദബ, ഈ അദബും സൂക്ഷ്മതയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഫഹു ബഈദ്, അവർ ഈ മേഖലയിൽ നിന്ന് തസവുഫിൽ നിന്ന് ഷെയ്ഖിന്റെ പദവിയിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് അഗാരിഫുൽ മആരിഫിൽ മഹാനായ അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇതല്ലേ സത്യം സഹോദരന്മാരെ? ഈ സൂക്ഷ്മത അങ്ങനെയല്ലേ ഈ സൂക്ഷ്മതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അതേസമയം നമ്മുടെ ഈ മഹാന്റെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമാണ്. സൂക്ഷ്മത ഇല്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ചിത്രം കേട്ടാൽ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഇദ്ദേഹം തന്റെ മുരീദുമാരെന്ന് ഭയഭക്തിയോടുകൂടി അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയ ആ പാവം ആളുകളിൽ നിന്ന് കുറച്ച് കാശൊന്നുമല്ല ഇതിനകം കൈപ്പറ്റിയിട്ടുള്ളത്. പല പേര് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഗൾഫുകാർ കയറി പോകും. അവിടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഒക്കെ നിശ്ചിത എമൗണ്ട് ഇങ്ങനെ കലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാവും ഒരു പോരാ. ഇവിടെ ഈ കാണുന്ന മുരീദുമാരിലൊക്കെ പല തവണയായിട്ട് പല ഗഡുക്കളായിട്ട് കാശ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഈ കാശ് ഇങ്ങനെ കൊടുക്കുന്നത്? അതിന് പോകുന്ന ആളോട് ചോദിച്ചാൽ ആ പോരാത്ത കാലത്ത് പറഞ്ഞ് അത് പിശുക്ക് ഹൃദയത്തിന് കഴിയണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ, കാശ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ അവിടെ പിശുക്ക് പോകാനാണ്. പാവം സാധുക്കളെ പറ്റിച്ചിരിക്കുക. അതൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾ.
ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഔലിയാക്കളെ ഉയർന്ന മൂപ്പരല്ല കുത്തുബുസമാൻ, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മൂപ്പരാ. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾ പ്രത്യേക ഗണത്തിൽ ശ്രേണിയിലെത്താൻ അബുദാലിയങ്ങൾ റിജാൽ വൈവൊക്കെ പദവിക്ക് എത്തിക്കാം. പക്ഷെ ഫീസ് 50,000 രൂപ. 50,000 രൂപ ഫീസ് കൊടുത്താൽ ഇയാൾ ഉയർന്ന പദവിക്ക് എത്തിക്കും. എന്നിട്ട് ഇയാൾ പറയാണ് ശരിക്കും ഞാൻ എത്തിക്കേണ്ട ആൾ ഇങ്ങനത്തെ ലോകത്ത് ആർക്കും ഈ അധികാരം അല്ല കൊടുത്തിട്ടില്ല. ഹിദറിനക്ക് മാത്രമേ ഈ അധികാരം കൊടുത്തിരുന്നത്. ഹിദറിനൊക്കെയാണ് ഇങ്ങനത്തെ ആളുകൾ ഈ പദവി ഹിദറി കമ്മീഷൻ ഒന്നും വാങ്ങിയതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ മൂപ്പർക്ക് കമ്മീഷൻ വാങ്ങാൻ 50,000 രൂപ വാങ്ങാൻ എന്താ വകുപ്പ്? ആ മൂപ്പറിനെ വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യത, ഇവരിങ്ങനെ ബിസിനസ് അല്ലേ, കുറച്ച് പൈസന്റെ ഒക്കെ ടൈറ്റ് ഉണ്ടാക്കോ, ഞാൻ അരിയർത്ഥങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു. അല്ല കുറച്ച് പൈസന്റെ പ്രശ്നം എന്താ ചോദിച്ചു. അത് നിങ്ങൾ അബുദാലികളെ പദവി കുറച്ച് ആൾക്കാരെടുത്തോളി, നിങ്ങൾക്ക് വേണ്ട പൈസയും വാങ്ങിക്കോളിയായിരുന്നു. അങ്ങനെ ഞാൻ 50,000 ഞാൻ പറഞ്ഞു പോയി ഫസ്റ്റ്. ശരിക്ക് 1 ലക്ഷം 1 കോടിയൊക്കെ വാങ്ങാൻ പറ്റിയ പദവിയാണ്. പറഞ്ഞോട് ഇനി കൂട്ടി പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് 50,000 റുപ്യാണ്. നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത് ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം.